ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എവിക്ഷനാണെന്ന് എല്ലാവർക്കും അറിയാം. വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങുന്നത് ആരാന്നുള്ളത് ഏകദേശം ഒരു 95% നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്സരയാണെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്സരയ്ക്ക് ഏറ്റവും കുറഞ്ഞ വോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ. പിന്നെ അത് പോൾ ഇടുമ്പോഴൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോൾ ഇടുമ്പോഴൊക്കെ ഏറ്റവും കുറഞ്ഞ വോട്ട് അപ്സരയ്ക്ക് തന്നെയാണ്. അപ്സരയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്സരയ്ക്ക് സപ്പോർട്ടായിട്ട്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്സര അത്യാവശ്യം ബിഗ് ബോസ് വീടിനുള്ളിൽ കുറച്ച് സംസാരിക്കാനെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ ഇടപെടാനെങ്കിലൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ നല്ലൊരു പ്ലെയറാണ്. അതുകൊണ്ട് അപ്സരയൊക്കെ നിലനിന്ന് പോവേണ്ടിയിരുന്നു. ടോപ്പ് 5 എത്തുന്നതിൻ്റെ മുന്നൊക്കെ പോകുന്നു. അപ്സരയ്ക്ക് മുന്നേ തന്നെ പോവേണ്ടവർ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത്. നമ്മൾ പറയാനുള്ളത് നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ബിഗ് ബോസിൽ ശരിക്കും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നോമിനേഷനിൽ പോലും വരാതെ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടെത്തുക, ബിഗ് ബോസിലെ ടോപ്പ് 5 കുറിച്ച് ചർച്ച ചെയ്യുക, പണപ്പെട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ശരിക്ക് ബിഗ് ബോസ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. അവരൊക്കെ ആദ്യകാലം തൊട്ട് തന്നെ ഈ പവർ റൂമിലൊക്കെ ഇരുന്ന് പവർ ടീമിലൊക്കെ കയറി അങ്ങനെ രക്ഷപ്പെടുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ഒരു നോമിനേഷനിലേക്ക് അവരുടെ ഇറങ്ങി വരട്ടെ, അവരിപ്പോൾ അവിടെ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, എവിടേക്കാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അപ്സര എന്ന ഔട്ടായി. അതുപോലെ ഇപ്പോൾ ഋഷി, അതുപോലെ തന്നെ നമ്മുടെ അൻസിബക്കൊക്കെയാണ് സാധ്യതകൾ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അവരൊക്കെ നല്ല പ്ലേയേഴ്സാണ്. അത്യാവശ്യം ജെനുവിനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അൻസിബിനെ നമ്മളിപ്പോൾ നോട്ട് ചെയ്യുന്നതാണ്. എന്ത് പറയാനുണ്ടെങ്കിലും ഒരു പിന്നും മുന്നും നോക്കാതെ കൃത്യമായി തന്നെ പറയലുണ്ട്. അവിടെ ഒന്നും എന്താ പറയുക, ആരും പേടിയോ കാര്യങ്ങളൊന്നുമില്ല. ജെനുവിനാണ് അപ്സര സംബന്ധിച്ച്. ഋഷി ആണെങ്കിലും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അപ്പോൾ അവരൊക്കെ പോകണതിൻ്റെ മുന്നേ പോവേണ്ട കുറേ എണ്ണം ഉണ്ട് അവിടെ. കുറേ എണ്ണം ഒന്നിനും പറ്റാത്ത ടീങ്ങൾ. ഇവരൊക്കെ കുറച്ചും കൂടി ആക്റ്റീവാണ് അവിടെ. ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട്. ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അല്ലാണ്ട് കണ്ടോൻ്റെ കറ തിന്നുന്ന പരിപാടികളോ, അവിടെ പോയിട്ട് കുറ്റം പറയുക, ഇവിടെ പോയിട്ട് കുറ്റം പറയുക, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് തന്നെ ഞാനിങ്ങനെ മല്ലു ടാക്സ് നമ്മുടെ രേവതി ചേച്ചിയൊക്കെ പറഞ്ഞിട്ടു. നമ്മുടെ അൻസിബ അടുത്ത മൂന്ന് എവിക്ഷൻ നടക്കുന്നുണ്ട് ഈ ആഴ്ച എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് നാളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ സാധ്യതകൾ കൂടുതൽ ഋഷിക്കും അല്ലെങ്കിൽ അൻസിബക്കൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അൻസിബൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ പോവേണ്ടവർ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും അടുത്ത ആഴ്ച തന്നെ ബാക്കിയുള്ള എല്ലാത്തിനും പിടിച്ചിട്ട് ശരിക്കിട്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. ഇപ്പോൾ കുറേയൊക്കെ ആളുകളെ ജനങ്ങൾ നല്ല രീതിയിൽ, ഇപ്പോൾ നമുക്കറിയാം 8 ആളുകളായിരുന്നു നോമിനേഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഇതിലിപ്പോൾ ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ അർജുൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ അഭിഷേക്, ജാസ്മിന്, അതുപോലെ ജിൻഡോ. ഇവരൊക്കെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഫാൻ ബേസിലും ഇവർ അത്യാവശ്യം കളിക്കുന്നുണ്ട്. അത്യാവശ്യം ജനങ്ങളെ ഇഷ്ടങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. ഈ ഇഷ്ടങ്ങൾ നേടിയെടുക്കാതെ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാണ് പുറത്തത്തെ കാര്യങ്ങൾ, അടുത്ത ആഴ്ച ആര് പോകും, എന്നാൽ ഇവർ പോകുന്നൊന്നും ഇവർ പറയുന്നില്ല. ഇവർക്ക് പറയാലോ ഇനി നമ്മളാണോന്ന് അറിയില്ലട്ടോ, നമ്മളൊക്കെ ആണെങ്കിൽ ഉണ്ടാവുമല്ലോ, ഇനിയിപ്പം നമ്മളെ കാര്യമൊക്കെ എങ്ങനെ നമുക്ക് അറിയില്ല, നമ്മളൊക്കെ പ്രേക്ഷകരോട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാം എന്ന് പറയുന്നൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾക്ക് അഭിപ്രായങ്ങൾ നമുക്ക് പറയാലോ. ഇതൊന്നുമില്ല. ഇത് മറ്റുള്ളവരെ കാര്യങ്ങൾ അവർ പോകില്ല ഇവർ പോകില്ല എന്നുള്ളത് മാത്രം. നമ്മൾ പോകുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നിൽക്കുന്നവരൊക്കെ തെറിച്ച് പോകും. എന്തായാലും അടുത്ത ആഴ്ച നോമിനേഷനായിട്ട് കൊടുക്കുമ്പോൾ വിധിയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോഴാണ് പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇവർക്കൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഇനിയിപ്പോൾ നാളെ ഇന്ന് രണ്ട് പേര് പോയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. നാളെ ഒരാളോട് പോകും. 3 നോമിനേഷനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം. ഞാനിപ്പോൾ അപ്സര പോയത് കൊണ്ട് നമ്മൾ പറയുന്നു, എനിക്ക് പോയതിൽ വളരെ വിഷമമുണ്ട്. ഒന്നുണ്ടായിട്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു. അതിനെക്കാട്ടി മുന്നേ പോകേണ്ടവരുണ്ടായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് ഞാൻ വന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടോ.